ബസ് സ്കൂട്ടിയിലിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് ദാരുണമായി മരിച്ച സംഭവത്തിൽ AIYF സംസ്ഥാന പാത ഉപരോധിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം AIYF ജില്ലാ സെക്രട്ടറി അഭിജിത്ത് കോറോത്ത് ഉദ്ഘാടനം ചെയ്തു. ധനേഷ് കാരയാട് അധ്യക്ഷത വഹിച്ചു. മരുതോങ്കര മൊയിലോത്തറ താഴത്തെ വളപ്പിൽ അബ്ദുൾ ജലീലിന്റെ മകൻ അബ്ദുൾ ജവാദാണ് മരിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാലിക്കര റീജിയണൽ സെന്ററിൽ PG വിദ്യാർത്ഥിയാണ് മരിച്ച ജവാദ്. പേരാമ്പ്രയിൽ അപകടങ്ങൾ നിത്യ സംഭവമായി മാറുന്നുണ്ടെന്നും വാഹനങ്ങളുടെ അമിതവേഗം നിയന്ത്രിക്കാനാകാതെ പോകുന്നതും പോലീസും മോട്ടോർ വാഹന വകുപ്പും ശക്തമായ നടപടികൾ സ്വീകരിക്കാത്തതുമാണ് അപകടങ്ങൾ തുടർക്കഥയാവുന്നതെന്നും AIYF ആരോപിച്ചു. ബസ് ജീവനക്കാർ നിയമലംഘനം നടത്തി മത്സരയോട്ടം നടത്തിയാൽ ശക്തമായ സമരത്തിന് AIYF നേതൃത്വം നൽകും. ജിജോയ് അവള, അഖിൽ കേളോത്ത്, രാജു PK, വിനോദ് തിരുവോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അദ്വൈത് PR, പ്രമോദ്, അതുൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പ്രിയപ്പെട്ട നാട്ടുകാരും, ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി നടത്തുന്നതിന് കാരണം എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അല്പസമയം മണിക്കൂറുകൾക്ക് മുമ്പാണ് കക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാലിക്കര സെന്ററിൽ പഠിക്കുന്ന മുഹമ്മദ് ജവാദ് എന്ന് പറയുന്ന 19 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനെ ഈ കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലുള്ള ബസ്സുകളുടെ മത്സരയോട്ടത്തിന്റെ ഫലമായി ജീവൻ കവർന്നെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈ മണിക്കൂറുകൾക്ക് മുമ്പാണ് നമ്മൾ പേരാമ്പ്രക്കാര് ഞെട്ടലോടെ അറിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, കാലാകാലങ്ങളായി ഈ റൂട്ടിലോടുന്ന ബസ്സുകളുടെ സ്ഥിരം ഒരു ഏർപ്പാടാണ് മത്സരയോട്ടം എന്നുള്ളത്. ഇതിന്റെ ഭാഗമായി തന്നെ നേരത്തെ ഒട്ടനവധി പ്രതിഷേധ പരിപാടികൾ ഉൾപ്പെടെ AIYFന്റെയും മറ്റ് എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ഭാഗമായി ഈ പേരാമ്പ്ര കങ്ങാടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ അപകടങ്ങൾ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് വളരെ വിശദമായ പഠനം നടത്തിക്കൊണ്ട് അത്തരത്തിലൊരു ഒരു ദുരന്തമുണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതിന് പകരം ഒരു നടപടിയും സ്വീകരിക്കാതെ ഈ കേരളത്തിനകത്ത് പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടത്തിനെതിരായി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ